എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം? അല്ലെങ്കിൽ മറ്റാർക്കുമില്ലാത്ത ഒരു പുതിയ ആദർശമുള്ളവരാണോ മുജാഹിദുകൾ? മുജാഹിദുകൾക്ക് ഒരു പുത്തൻ ആദർശമില്ല. പ്രവാചകന്മാരായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും എന്ത് പ്രബോധനം ചെയ്തുവോ അതേ ആദർശം, അതിൽ നിന്നും ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ടില്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രബോധനം ചെയ്ത ആ കാര്യം, അഥവാ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതിൽ എന്തു വന്നുവോ അതാണ് നമ്മുടെ ആദർശം. അതല്ലാതെ ഒരു പുതിയ ആദർശവും നമുക്കില്ല. എന്നാൽ മുസ്ലിം സമുദായം വെച്ചു പുലർത്തുന്ന ആദർശമല്ലല്ലോ ഈ മുജാഹിദുകളിൽ കാണുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. ഈ കൂരാച്ചുണ്ട് പ്രദേശത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം വളരെ വ്യക്തമായി നമ്മൾ വിശദീകരിക്കുമ്പോൾ, നമ്മൾ കാലങ്ങളായി കേട്ട് പരിചയിച്ച ഒരു ആദർശമല്ലല്ലോ ഇവർ പറയുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ പരമ്പരാഗതമായി നമ്മുടെ വാപ്പ കാരണവന്മാരിൽ നിന്ന് പഠിച്ചു വന്ന ആദർശമല്ലല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഇവർ വേറെ എന്തോ ഒരു പുതിയ ആദർശം കൊണ്ടുവന്നവരല്ലേ എന്ന് ചോദിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരോട് നമുക്ക് വളരെ സ്നേഹത്തോടുകൂടെ പറയാനുള്ളത്, നമ്മൾ കുറച്ചുകൂടെ പിറകോട്ടേക്ക് ആലോചിക്കണം എന്നാണ്. വാപ്പ കാരണവന്മാരെക്കാളും കുറച്ചുകൂടി പിന്നോട്ട്, അഥവാ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തണം ആ പരമ്പര. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നമുക്ക് വിട്ടേച്ചു പോയത്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് തറക്തു ഫീക്കും അംറൈൻ എന്നാണ്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല. ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി ആ ഭാഗം വിശദീകരിക്കുകയുണ്ടായി. അത് കിതാബുല്ലാഹി വസുന്നത്തി റസൂൽ, അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകന്റെ ചര്യയുമാണ്. അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതിൽ നിന്ന് പലരും വ്യതിചലിച്ചു പോയപ്പോൾ അവരെ തിരിച്ച് അതിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതല്ലാതെ പുതിയ ഒരു ആദർശം നമുക്ക് ആരോടും പറയാനില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. കാരണം തൗഹീദ് എന്ന് പറയുന്നത് മനുഷ്യനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകാൻ വരെ കാരണമാകുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ രക്ഷാ കവചമാണത്. അഥവാ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് അത് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും. തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അതിൻ്റെ പരിണിത ഫലം നരകമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, തൗഹീദ് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും എന്നത് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തൗഹീദ് ആദ്യമായി നമ്മൾ പ്രബോധനം ചെയ്യുന്നത്. ശിർക്കിനെതിരെ കൃത്യമായി നമ്മൾ പ്രചാരണങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് ആളുകളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് മാത്രമാണ്. ഒരാളോടും ശത്രുത കൊണ്ടല്ല നമ്മളിത് പറയുന്നത്. ആരെയും വിമർശിക്കാനോ ആരോടെങ്കിലും ജയിക്കാനോ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും വളരെ കൃത്യമായി ആലോചിക്കേണ്ടത്,
നമ്മൾ വിശ്വസിച്ച് ആചരിക്കുന്ന നമ്മുടെ വിശ്വാസം അത് കറകളഞ്ഞ തൗഹീദി ആദർശമാണോ എന്നതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ഞാൻ നിങ്ങളെ ആമുഖമായി ഓതിക്കേൾപ്പിച്ച വചനമുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 36-ാമത്തെ വചനത്തിൽ മനുഷ്യകുലത്തോട് അല്ലാഹു തആല ചോദിക്കുന്ന അതിമഹത്തരമായ ഒരു ചോദ്യമുണ്ട്. അതിൽ അല്ലാഹു തആല ചോദിക്കുന്നത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ, തന്റെ ദാസന് അല്ലാഹു പോരെ, അല്ലാഹു മതിയായവനല്ലേ എന്ന ചോദ്യം. പ്രിയമുള്ളവരെ, എന്നോടും നിങ്ങളോടും അടങ്ങുന്ന അല്ലാഹുവിന്റെ ദാസന്മാരോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, തന്റെ അടിമക്ക് ഒരല്ലാഹു പോരെ എന്നത്. ഇതിന് മറുപടി പറയേണ്ടത് വാക്കിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെ കൂടെയാണ്. കാരണം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിക്കനുസരിച്ചിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും മനുഷ്യന് അല്ലാഹു തആല നൽകുക തന്നെ ചെയ്യും. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് നമ്മളൊക്കെ. അല്ലാഹു തആല മനുഷ്യനെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വചനമുണ്ടല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, അല്ലാഹു തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, എന്നെയും നിങ്ങളെയും അല്ലാഹു തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ. കുറച്ചൊക്കെ ഭയം തന്നുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. പട്ടിണി തന്നുകൊണ്ട് അല്ലാഹു തആല ഒരു പക്ഷേ നിങ്ങളെ പരീക്ഷിച്ചേക്കാം. ധനനഷ്ടം തന്നുകൊണ്ട് പരീക്ഷിച്ചേക്കാം. ആൾനഷ്ടം തന്നുകൊണ്ട് പരീക്ഷിച്ചേക്കാം. വിഭവനഷ്ടം തന്നുകൊണ്ട് പരീക്ഷിച്ചേക്കാം. ഇങ്ങനെ പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്ന വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ, ഒരു കളഞ്ഞ ആദർശമുള്ള തൗഹീദുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വല്ല കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ സംഭവിച്ചാൽ, വല്ല മുസീബത്ത് സംഭവിച്ചു പോയാൽ, ഖാലൂ, അവർ ഇപ്രകാരം പറയുന്നവരായിരിക്കും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ്. പ്രിയമുള്ളവരെ, ഒരു കേവലം മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയാനുള്ളതല്ല ഇത്. ഒരു വിശ്വാസിക്ക് കഷ്ടപ്പാട് സംഭവിക്കുമ്പോ, ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോൾ പറയാനുള്ളതാണിത്. അതുകൊണ്ട് വിശ്വാസിയുടെ പ്രത്യേകതയാണത്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോഴും പതറാതെ ഈമാനോടുകൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുക അടിയുറച്ച ഈമാനുള്ള ആദർശമുള്ള തൗഹീദുള്ളവർക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ റബ്ബ് മതിയായവനല്ലേ എന്ന ചോദ്യം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. അതിന് അതാ തുടർന്ന് പറയുന്ന വിഷയം അതിലേറെ ഗൗരവമുള്ളതാണ്. ആയത്തുകൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശദീകരിക്കാനുള്ള സമയം നമുക്ക് മുമ്പിലില്ല. അല്ലാഹു തആല തുടർന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമേയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുന്നതാണ്. ചില മനുഷ്യന്മാരങ്ങനെയാണ്. അല്ലാഹുവിലേക്ക് അടുക്കുമ്പോ ചില ആളുകൾ അല്ലാഹു അല്ലാത്തവരെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും. അതേ സഹോദരങ്ങളെ, ദുർബല വിശ്വാസികളുടെ മനസ്സുകളിൽ ഭയമുണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. ആ ഭയം അവരെ പല ശിർക്കിലേക്കും വഴിതെറ്റിച്ച് വിടുകയും ചെയ്യും.
ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ പെട്ടെന്ന് പേടിപ്പെടുത്താൻ സാധിക്കും. അവരോട് അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഭയമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു അല്ലാത്തവരെ പറ്റി പറഞ്ഞാൽ അവർ പേടിച്ചു പോകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു വീട്ടിൽ തുടർച്ചയായി 2 അപകടങ്ങളോ അതേപോലെയുള്ള പ്രതിസന്ധികളോ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു കുടുംബത്തിലെ ഒരു മകന് ഒരു അസുഖം ഉണ്ടായി, അതേ പ്രായത്തിൽ അടുത്ത മകന് അതേ അസുഖം, അതല്ലെങ്കിൽ തുടർച്ചയായി 2 അപകടങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് വന്നിങ്ങനെ പറയും, ഉപദേശിക്കും, നീ ഇന്ന സ്ഥലത്തേക്കൊന്ന് പോയി നോക്ക്, അവിടെ ഇന്നൊരാളുണ്ട്, ഒരു തങ്ങളുണ്ട്, ഇന്ന ഒരു മഹാനുണ്ട്, ഇന്ന ഒരു ഔലിയുണ്ട്, അവിടെ പോയി നോക്ക്, അദ്ദേഹം നമ്മളെ സഹായിക്കും, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ നമുക്ക് പരിഹാരം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ പല ആളുകളും നമ്മളെ ഉപദേശിക്കും. ചില ആളുകൾ പേടിപ്പിക്കും. അദ്ദേഹത്തെ പറ്റി ഒന്നും വിമർശിച്ച് പറയാൻ പാടില്ല, അദ്ദേഹം ലോകം നിയന്ത്രിക്കുന്ന ആളാണ്, മുദബ്ബിറുൽ ആലമാണ്, അതല്ലെങ്കിൽ ഇന്ന കഴിവുള്ള ആളാണ്, അവരുടെ കുരുത്തക്കേട് തെറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ പേടിപ്പിക്കും. അതുമല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ മുന്നിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കാണിക്കർപ്പിച്ചെങ്കിൽ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും എന്ന് അവർ നമ്മളെ പേടിപ്പിക്കും. സഹോദരങ്ങളെ, എന്നാൽ ഈ മൂഢവിശ്വാസങ്ങൾ ഇത് അള്ളാഹുവിന്റെ ദീനിൽ നിന്നുള്ള അകൽച്ചയാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഇത് എൻ്റെ റബ്ബെനിക്ക് നൽകിയതാണ്, ഇതെൻ്റെ അള്ളാഹ് തീരുമാനിച്ചതാണ് എന്ന ദൃഢമായ ബോധ്യം അവൻ്റെ മനസ്സിലുണ്ടാവുകയും ആ അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുക എന്നതാണ് ആദർശമുള്ള റബ്ബിനെ ഭയമുള്ള ആളുകൾ ചെയ്യേണ്ടത്. എന്നാൽ മറ്റുള്ളവരെ പേടിക്കുന്ന മൂഢവിശ്വാസം വെച്ച് പുലർത്തുന്നവരെ അടിയുറച്ച ഈമാനിലേക്ക് കൊണ്ടുവരിക പലപ്പോഴും പ്രയാസകരമാണ്. ഇപ്പൊ ഇതന്നെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇവര് ഈ രൂപത്തിൽ പറയുന്നത് ഇവര് പുത്തൻവാദികളാണ്, ഇവര് പടച്ചോനെ പേടില്ലാത്ത ആൾക്കാരാണ്, പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വിമർശിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളായ ആളുകൾ, അവർ കയ്യിലൊക്കെ ചരട് കെട്ടിയ ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവര് അതിൽ പരമേൽപ്പിക്കുന്ന ആളുകളായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ആ സുഹൃത്തുക്കളോട് നമ്മൾ പറയാണ്, സുഹൃത്തെ, നമ്മളിങ്ങനെ കയ്യിലും അരയിലുമൊക്കെ ഏലസും ഐക്കല്ലും കെട്ടി നടക്കാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ വിരോധിച്ചതാണ്. കാരണം മൻ തഅല്ലക ശൈഅൻ വുക്കില ഇലൈഹി, ആരെങ്കിലും എന്തെങ്കിലും ആ രൂപത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി കെട്ടിയാൽ അവൻ അതിലേക്ക് ബരമേൽപ്പിച്ചവരാണ്, തവക്കുലാക്കിയവരാണ് എന്ന് അത്തരം ആളുകളോട് സ്നേഹത്തോടെ ഉപദേശിച്ചാൽ അവനത് ബോധ്യപ്പെട്ടാൽ അവൻ അതിൽ നിന്ന് മാറും. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞു കൊടുത്താൽ അത് നിങ്ങൾ മുജാഹിദ് ആയതുകൊണ്ടല്ലേ, അത് നിങ്ങളെ മുജാഹിദിന്റെ ഒരു പുതിയ ആദർശല്ലേ, നിങ്ങൾ പുത്തൻവാദികളായതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനാവൽക്കരിക്കുകയും സങ്കുചിത മനോഭാവം വെച്ച് പുലർത്തുകയും ചെയ്യും. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരോട് ആ രൂപത്തിൽ ഉപദേശിക്കുമ്പോൾ അവർ ഈർഷ്യത്തോടെയും വൈര്യത്തോടെയും കാണുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാരെയും ഉപദേശിക്കുന്നത് ആരോടെങ്കിലുമുള്ള വിരോധം തീർക്കാനോ അവരെ പരാജയപ്പെടുത്താനോ വേണ്ടിയല്ല, കൃത്യമായി അവരോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തുടർന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലാഹു പറയാം, വല്ലവനെയും അല്ലാഹു തആല പിഴവിലാക്കുന്ന പക്ഷം അവനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ആരാണുള്ളത് എന്ന് ആരുമുണ്ടാവുകയില്ല. വമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുളിൻ. അതേസമയം ആരെങ്കിലും അല്ലാഹു ഹിദായത്തിലാക്കിയാൽ അവരെ വഴിപിഴപ്പിക്കുവാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന്. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം അത് കറകളഞ്ഞതാണോ എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ പരീക്ഷണങ്ങളോ വരുമ്പോൾ അത് റബ്ബ് തന്നതാണ് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. അല്ലാഹു തുടർന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, യാ ഖൗമി അമലൂ അലാ മകാനതികും ഇന്നി ആമിലുൻ. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക.
അഥവാ ആയത്തും ഹദീസും പറഞ്ഞുകൊണ്ട് വഴിപിഴച്ചു പോകുന്ന മനുഷ്യന്മാരെ സന്മാർഗത്തിലേക്ക് നയിക്കുമ്പോ അത് പിന്തുടരാതെ അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ടു പോകുന്ന മനുഷ്യന്മാരോടും അതേ വിശുദ്ധ ഖുർആനിന്റെ ശൈലി അതാണ്. എന്റെ ജനങ്ങളെ, നിങ്ങളുടെ നിലപാടനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക. ഇന്നീ ആമിലുൻ, ഞാൻ എന്റെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കും. ഫസൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി, അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്ന് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ആയത്തോതി ഈ രൂപത്തിൽ പറയുന്നത് എന്തിനാണെന്നറിയ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ തിന്മകൾ പ്രവർത്തിക്കുന്നതായി കാണാൻ സാധിക്കും. പക്ഷേ അവരത് തിന്മയാണ് ചെയ്യുന്നത് എന്നവർക്കറിയില്ല. ആയത്തും ഹദീസൊക്കെ ഓതിക്കൊടുക്കുമ്പോൾ അവർ പറയും ഇത് പുത്തൻവാദമാണ്, പുതിയ ആദർശമാണ് എന്ന്. വയഹില്ലു അലൈഹി അദാബും മുഖീം, ശാശ്വതമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്ന് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. സഹോദരങ്ങൾ, അത്തരം ആളുകളോട് തുടർന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതെന്താ? ചില ആളുകളൊക്കെ അള്ളാനെയും വിളിക്കും, അല്ലാത്തവരെയും വിളിക്കും. അള്ളാനെ വിളിക്കുന്ന ആൾക്കാർ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കും. ആരാ നമ്മളെ പടച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ്. ആരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളയാണ് എന്ന് പറയും. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളയാണ് എന്ന് പറയും. ഇവിടെ കൂടിയ മഹാഭൂരിഭാഗം ആളുകളും ഈ മുവഹിദുകളായ ആളുകളുടെ വിശ്വാസമുള്ളതാണ്. അഥവാ എല്ലാം സൃഷ്ടിച്ചത് പടച്ച തമ്പുരാണ്, അതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ആ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കും. അവർക്കൊരു പ്രയാസമുണ്ടാകുമ്പോ അവർ തങ്ങന്മാരുടെ അടുക്കൽ പോകും, ബീവിമാരുടെ അടുക്കൽ പോകും, അതേ മഹാന്മാരുടെ അടുക്കൽ പോകും, ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകും, ആൾ ദൈവങ്ങളുടെ അടുക്കൽ പോകും. അല്ലാഹു തആല പറയുന്നത് നോക്കൂ, അത്തരം ആളുകളോട് അള്ളാഹു ചോദിക്കാൻ പറയുന്നത് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചാൽ അല്ലാഹുവാണ് എന്ന് അവർ നിന്നോട് മറുപടി പറയുന്നതാണ്. അതേ അല്ലാഹു തആല പറയുകയാണ്, ലോകത്തെ സകലമാന മുശ്രിക്കുകളും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തെ പടച്ചത് അള്ളയാണ് എന്ന്, മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ അവൻ വിശ്വസിക്കുന്നത് മമ്പുറത്തെ തങ്ങളാണ് ലോകം സൃഷ്ടിച്ചത് എന്നല്ല, അള്ളയാണ് ലോകം സൃഷ്ടിച്ചത് എന്നാണ്. ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, വിളിച്ച് തേടുന്നവൻ ബദരീങ്ങളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന വിശ്വാസമല്ല, അള്ളയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നാണ് അവരും വിശ്വസിക്കുന്നത്. ഇതേ വിശ്വാസം തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നത്. ലോകത്തെ പടച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ്. മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ്. അതോടൊപ്പം തന്നെ അവർക്കൊരു പ്രയാസം വരുമ്പോ അവരതാ അള്ളയല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അവർക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേറെ പലതും ഉണ്ടായിരുന്നു, സഹായമർത്ഥിക്കാൻ വേറെ പലരും ഉണ്ടായിരുന്നു, നേർച്ച വഴിപാടുകൾ നടത്താൻ പലതും ഉണ്ടായിരുന്നു, ആപത്തുകളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത് വേറെ പലരുമായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അല്ലാഹുവാണ് എന്നതിൽ അവർക്ക് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മൾ നമ്മുടെ വിശ്വാസം ഒന്ന് പരിശോധിക്കുക. നമ്മൾ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ അതേ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോ റബ്ബിനോട് മാത്രമാണോ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? സഹായം തേടാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ പുഴുക്കുത്ത് സംഭവിച്ചിട്ടുണ്ട്. അതെ, അല്ലാഹു തആല പറയുന്നത് നോക്കൂ നിങ്ങൾ, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, എങ്കിൽ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ, അവരോട് സങ്കടങ്ങൾ പറയുമ്പോ, അവരോട് ഇടത്തേട്ടം നടത്തുമ്പോ, അവരോട് ഇസ്തിആസ നടത്തുമ്പോ അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
ബഹുദൈവ വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്തമാണ് അവരെ തന്നെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മക്കയിലെ മുശ്രിക്കുകൾക്ക് തന്നെ കടലിൽ അതാ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോ അവർക്ക് വല്ല ബുദ്ധിമുട്ടുകളും സംഭവിക്കുമ്പോ അവർ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. നമ്മളും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കും. നിസ്കരിക്കുമ്പോ ആരെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്? പടച്ചോന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിലാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലാ സുജൂദ് ചെയ്യുന്നത്. റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അതാ അവസാനിക്കുന്നത് വരെ റബ്ബിനോടുള്ള പ്രാർത്ഥനകളാണ്. അതല്ലാത്ത ഒരു പ്രാർത്ഥനയുമില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ അതാ അവർ കടലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ അവർ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ വീട്ടില് ഒരാൾക്കൊരു അസുഖം ഉണ്ടായി, നമ്മളൊരു അപകടത്തിൽപ്പെട്ടു, നമ്മൾ ഉടനെ തന്നെ അതാ പല രൂപത്തിലും പല ആളുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുക. മാലമൗലീദുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാലമൗലീദുകളിലൂടെ നമ്മൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് പ്രവാചകന്മാർ മുഴുവൻ കടന്നു വന്നത്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായി അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ മാലപ്പാട്ടുകൾ നമ്മുടെയൊക്കെ വീടുകളിലും പള്ളികളിൽ നിന്ന് വരെ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ബദർ മൗലീദിൽ നമുക്ക് കാണാൻ സാധിക്കും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പാവപ്പെട്ട സഹോദരങ്ങൾ അറിയുന്നില്ല ഞാൻ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാണ് എന്ന്. യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ ഖിദാ ഖുൽനാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ ഇങ്ങനെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബദരീങ്ങളോട് സങ്കടം പറയുകയാണ്. നിനക്ക് വല്ല സങ്കടങ്ങളും വിഷമങ്ങളും ബാധിച്ചാൽ ഖുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ, ബദർ ശുഹദാക്കളെ എന്ന് നീ വിളിച്ചോ എന്ന്. യഥാർത്ഥത്തിൽ ബദരീങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് നിലകൊണ്ടത്? റബ്ബിന് വേണ്ടി യുദ്ധം ചെയ്തതല്ലേ? ദീനിന് വേണ്ടി യുദ്ധം ചെയ്തതല്ലേ? അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നത് വേണ്ടിയിട്ടല്ലേ അവർ യുദ്ധം ചെയ്തത്? അവരുടെ കാലശേഷം അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ടായില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ബദർ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിൽ അതാ ആ ബദർ യുദ്ധത്തിന്റെ വേളയിൽ പോലും ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ മുമ്പെയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത ശുഹദാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് നമ്മളെ. അവരൊക്കെ ആ ബദറിൽ പങ്കെടുത്ത ശത്രുക്കളായ ആളുകൾ പോലും അവർക്കൊരു അപകടം സംഭവിച്ചാൽ അവർ വിളിച്ച് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? وَإِذَا غَشِيَهُمْ مَوْجٌ كَظُلَلٍ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ. പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ അവരെ മൂടിക്കളഞ്ഞാൽ അവരതാ കീഴ്വണക്കം അല്ലാഹുവിനെ മാത്രമായിക്കൊണ്ട് അവനോട് അവർ പ്രാർത്ഥിക്കുന്നതാണ്. ഒരൊറ്റ സംഭവം മാത്രം സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്നല്ലോ അബൂജഹൽ. ആ അബൂജഹലിന്റെ മകൻ അതാ ഇക്രിമ മുസ്ലിങ്ങൾ മക്ക വിജയിച്ചടക്കിയപ്പോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായി. മക്കം ഫതഹിന്റെ സമയത്ത് ഇക്രിമ അവിടെ നിന്ന് അതാ ഓടി രക്ഷപ്പെടുകയാണ്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫഅമ്മാ ഇക്രിമ ഫറകിബൽ ബഹറ. അപ്പോൾ അതാ ഇക്രിമ കപ്പലിൽ കയറി രക്ഷപ്പെടുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മുഹമ്മദ് നബിയും അതാ അനുയായികളും മക്ക പിടിച്ചടക്കിയിരിക്കുന്നു. ഇനി ഇതാ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്കിവിടെ നിൽക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഫഅസാബതുഹും ആസിഫുൻ. എന്നാൽ കടലിൽ കൊടുങ്കാറ്റടിച്ചപ്പോ കപ്പലിൽ കയറിക്കൊണ്ട് രക്ഷപ്പെടുകയാണ് സാക്ഷാൽ അബൂജഹലിന്റെ മകൻ ഇക്രിമ. അങ്ങനെ കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോ കപ്പലതാ കാറ്റിലും കോളിലും ആടി ഉയരുകയാണ്. അതങ്ങനെ വല്ലാത്ത പ്രയാസത്തിലാവുകയാണ്. ഫഖാല അസ്ഹാബു സഫീന. അപ്പോൾ കപ്പലിലെ ആളുകൾ പറയുകയാണ്, ആ കപ്പലിൽ പ്രയാസപ്പെട്ടുകൊണ്ട് കാറ്റിൽപ്പെട്ടുകൊണ്ട് അതിങ്ങനെ ആടി ഇളകി മറിയുമ്പോ കപ്പലിലെ ആളുകൾ പറയുന്നത് എന്താണെന്നറിയുമോ? അഖ്ലിസൂ
فإن آلهتكم لا تغني عنكم شيئا هؤلاء. നിങ്ങളുടെ ദൈവങ്ങൾക്ക് ഇവിടെ വെച്ച് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. അതുവരെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ലാത്തയും മനാത്തയും ഉസ്സയുമൊന്നും അവരെ രക്ഷിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ഏകനായ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുക. ഫഖാല ഇക്രിമ, അപ്പോൾ ഇക്രിമ പറയുകയാണ്, എന്തിനാ ഇപ്പൊ ഞാൻ അവിടുന്ന് ഓടിപ്പോന്നത്? ഇക്രിമ ഇങ്ങനെ ചിന്തിക്കുക, അള്ളാനെ മാത്രം ആരാധിക്കാൻ, ആ അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കാൻ. ഈ കപ്പലിൽ അതിങ്ങനെ വല്ലാതെ ആടി ഉലഞ്ഞ് മറിയാൻ പോകുമ്പോ രക്ഷപ്പെടുത്താൻ ഏകനായ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിൽ, ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടാലും അഥവാ കടലിലല്ലെങ്കിലും കരയിലാണെങ്കിലും ആ അള്ളാഹുവിന് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന് ഇക്രിമക്ക് ബോധ്യപ്പെടുകയാണ്. ഫഖാല ഇക്രിമ, അപ്പോൾ ഇക്രിമ പറയുകയാണ്, വല്ലാഹി ലഇല്ലം യുനജ്ജിനി മിനൽ ബഹരി ഇല്ലാ ലിൽ ഇഖ്ലാസ് ഇല്ലൽ ഇഖ്ലാസ് ലാ യുനജ്ജിനി ഫിൽ ബർരി ഗൈറഹു. അഥവാ കടലിൽ വെച്ച് അള്ളാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ എങ്കിൽ കരയിലും ആ അള്ളാഹുവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കൂ. എന്നിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നലക അലയ്യ അഹദൻ, അല്ലാഹുവേ ഞാനിതാ നിന്നോട് കരാർ ചെയ്യുകയാണ്. ഇൻ അൻത ആഫൈതനീ മിമ്മാ അനാ ഫീഹി, ഞാൻ അകപ്പെട്ട ഈ ആപത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണ് എങ്കിൽ, നീ എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, അൻ ഊതിയ മുഹമ്മദൻ, ഞാൻ മുഹമ്മദിന്റെ അടുക്കൽ ചെല്ലും, എന്നിട്ട് എൻ്റെ കൈകൾ ഞാൻ മുഹമ്മദിന്റെ കൈകളിൽ ഞാൻ വെക്കും. അങ്ങനെ അതാ അദ്ദേഹം പ്രതിജ്ഞയെടുക്കുകയാണ്, അദ്ദേഹം രക്ഷപ്പെടുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ചിന്തിക്കുന്നവർക്ക് സത്യം ബോധ്യപ്പെടാൻ മാത്രം ഒരുപാട് സംഭവങ്ങൾ ഈ രൂപത്തിൽ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളും അതന്നെ ആലോചിക്കേണ്ടത്. ബദരീങ്ങൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂല, അമ്പിയാക്കൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂല, ഔലിയാക്കൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂല. ഏത് പ്രയാസഘട്ടങ്ങളിലും അതുപോലെ തന്നെ സന്തോഷഘട്ടങ്ങളിലും അള്ളാഹുവിനോടല്ലാത്ത മറ്റൊരു ശക്തിയോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നാണ്. കാരണം എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു പറയാൻ ആവശ്യപ്പെടുന്നത് നോക്കൂ നിങ്ങൾ, ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ, എനിക്ക് വല്ല ഉപദ്രവവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അൽഹുന്ന കാശിഫാതു ദുർരിഹി, ആ ഉപദ്രവം നീക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിപ്പിച്ചാൽ അത് മാറ്റിത്തരാൻ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ശക്തിയെ കൊണ്ട് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ആലോചിക്കണം, നമ്മുടെ വിശ്വാസം ദൃഢമാക്കണം. 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം ഞാൻ നിങ്ങൾ റബ്ബിനോട് പ്രഖ്യാപിക്കുന്നത് അതല്ലേ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. റബ്ബേ, നീ തന്നത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, നീ തടുത്തത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല, നിന്റെ വിധിയെ തടുക്കാൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല എന്ന് 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോ അവൻ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് സഹായം തേടുക? അവൻ എങ്ങനെയാണ് ആ രൂപത്തിൽ പ്രതീക്ഷിക്കുക? നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ആ രൂപത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കുടുംബങ്ങളില്ലേ ആ രൂപത്തിലുള്ള വിശ്വാസം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ അന്ധവിശ്വാസങ്ങൾ. ഒരു വീട് വെക്കുന്ന നേരത്ത് അതേ വാസ്തുശാസ്ത്രം നോക്കുന്ന ആളുകൾ വാസ്തുശാസ്ത്രം നോക്കുകയാണ്, എന്നിട്ട് അവരതാ വിശ്വസിക്കുന്നു. അതേ കുടുംബനാഥൻ, ആ കുടുംബനാഥൻ കന്നിമൂലയിൽ ബെഡ്റൂം ഉണ്ടാക്കണമെന്നും, ആ കന്നിമൂലയിൽ ബെഡ്റൂം ഉണ്ടാക്കിയാൽ ആ ബെഡ്റൂമിൽ ഗൃഹനാഥൻ അന്തി ഉറങ്ങണമെന്നും, അല്ലെങ്കിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ നമുക്ക് കാണാൻ സാധിക്കും.
എത്രയേ സഹോദരങ്ങളില്ല അങ്ങനെ വിശ്വസിക്കുന്നവർ. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം ഉണ്ടാവുക, പ്രയാസം ഉണ്ടാവുക, അയാൾ വിശ്വസിക്കുകയാണെന്ത്, ആരോ അയാളോട് പറയണം അത് നിൻ്റെ വാതിൽ ഇവിടെ വെച്ചതുകൊണ്ടാണ്, ഗേറ്റ് മാറ്റി വെക്കണം, കന്നിമൂലയിൽ ബെഡ്റൂം വരണം, അവിടെ ടോയ്ലറ്റ് വന്നതുകൊണ്ടാണ്, അടുക്കള വന്നതുകൊണ്ടാണ് എന്നൊക്കെ. സഹോദരങ്ങളെ, അത് അന്ധവിശ്വാസമാണ്. ഈ വാസ്തുശാസ്ത്രവും ഇസ്ലാമുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഒരു ബന്ധവുമില്ല പ്രിയപ്പെട്ടവരെ. 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണക്കാക്കിയതെല്ലാം നീ കണക്കാക്കിയതാണ്, നീ ഒരു നന്മ എനിക്ക് നൽകിയാൽ അത് മാറ്റാൻ വേറെ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാള്, അയാളെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അത് കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നതുകൊണ്ടാണ് എന്നെങ്ങനെ വിശ്വസിക്കും? ഒരു പൂച്ച കുറുകെപ്പാഞ്ഞാൽ, യാത്ര പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെപ്പാഞ്ഞാൽ അവൻ വിചാരിക്കാണ് എന്തോ ഒരു അപശകുനമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പൂച്ച അതിൻ്റെ മഴീഷത്ത് തേടിക്കൊണ്ട് ഒരു പക്ഷേ അതപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്തതാവാം. അതും നമ്മുടെ ജീവിതവുമായി എന്താ ബന്ധമുള്ളത്? നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മഴീഷത്ത് തേടിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്നതാണ്. അഥവാ ഇത്തരം മൂഢമായ വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ആദർശം അത് കളങ്കം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ സഹായിക്കാൻ അല്ലാഹുവല്ലാതെ സാധ്യമല്ല, എനിക്കൊരു പ്രയാസമുണ്ടാക്കാൻ അത് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല, അത് നീക്കാൻ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ അൽഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി അല്ലാഹു ബിറഹ്മത്തിൻ. അതേ അല്ലാഹു തആല പറയുന്നു, എനിക്ക് വല്ല ഉപദ്രവവും വരുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവം നീക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഔ അറാദനി അല്ലാഹു ബിറഹ്മത്തിൻ, ഇനി ഒരു അനുഗ്രഹമാണ് അല്ലാഹു എനിക്ക് ഉദ്ദേശിച്ചത് എങ്കിൽ അൽഹുന്ന മുംസികാതു റഹ്മതി, ആ അനുഗ്രഹം തടഞ്ഞു വെക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അല്ലാഹു തആല കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾക്കൊരല്ലാഹു പോരേ എന്ന്. ആ അല്ലാഹ് മതി നമുക്ക്. വിശദീകരിക്കേണ്ട സന്ദർഭമാണ്, വിശദീകരിക്കേണ്ട ആയത്തുകളാണ്, സൂചനകൾ കൊണ്ട് മതിയാക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ കുടുംബത്തിലൊക്കെ എത്രയോ ആളുകൾ, അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ ആ രൂപത്തിൽ അന്ധവിശ്വാസങ്ങളിലും ശിർക്കൻ വിശ്വാസങ്ങളിലും കഴിഞ്ഞുകൂടുന്ന എത്രയോ സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഈ ആദർശത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇതാരെയും പരാജയപ്പെടുത്താനോ ആരോടെങ്കിലും എതിർപ്പ് തീർക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായി ഞാൻ ഓതി വെച്ച ആയത്ത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, എൻ്റെ അടിമക്കൊരല്ലാഹു പോരേ എന്ന ആ ഒരു വചനത്തെ എസ് എ ജമീൽ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ കൃത്യമായി അതിങ്ങനെ വിശദീകരിക്കുകയുണ്ടായി. ഒരു പാട്ടിലൂടെ അദ്ദേഹം വിശദീകരിച്ചു. ആ വരികൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ വിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കുന്നത്, അഖിലാണ്ടനാഥൻ അല്ലാഹുവാണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരേ, ആരാധ്യനായി അല്ലാഹു മാത്രം, അല്ലാഹു ഏകനത് പോരേ. അഖിലാണ്ടനാഥൻ അല്ലാഹുവാണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരേ, ആരാധ്യനായി അല്ലാഹു ഏകൻ, അല്ലാഹു മാത്രം അത് പോരേ. പ്രാർത്ഥനക്ക് പ്രത്യുത്തരമേകും അല്ലാഹുവിൻ്റെ നേരെ, അർത്ഥനയും ആരാധനയും ഏക റബ്ബിൻ്റെ നേർക്ക് പോരേ. നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. അല്ലാഹു പോരേ എന്ന ചോദ്യം, ഏതാണ് അല്ലാഹു?
സൂര്യചന്ദ്ര നക്ഷത്ര സൗരയൂഥങ്ങൾ ചോഴും സ്ഥലകാലങ്ങൾ സൂക്ഷ്മജീവി പരമാണു തൊട്ട് കോടാന കോടി സൃഷ്ടിജാലങ്ങൾ സർവാണ്ഡഗോള വ്യൂഹങ്ങൾ താന് ചുറ്റുമൊരേ ശൂന്യാകാശം സകലം പടച്ച റബ്ബിന്റെ നേർക്ക് പോരേ നിൻ ഭക്തിയാവേശം അല്ലാഹു മാത്രം അത് പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരേ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചില സമ്പ്രദായങ്ങളെക്കുറിച്ചും പൂർവികരായ ആളുകൾ ഉണ്ടായിരുന്ന ചില സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. ലാത്ത ഉസ്സ പോലുള്ള ബിംബ പൂജാതി കർമ്മങ്ങൾ അവർ കഴിച്ചു. ലാ ഇലാഹ ഇല്ലല്ല എന്ന തൗഹീദ് വിട്ടവർ വഴിപിഴച്ചു. അക്കാലം തൊട്ട് അല്ലാഹനെ വിട്ട് ആരാധിച്ച അതേ കൂട്ടർ എക്കാലത്തും അതിക്കാലത്തും ഉണ്ടിന്നും ഇവിടെയും ആ കൂട്ടർ. അല്ലാഹു മാത്രം അത് പോരേ അല്ലാഹു മാത്രം അത് പോരേ. കൊടികുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹദ്ദാദും കൊടിയ കുത്തിറാത്തീബും മാലയും ബെയ്ത്തും ഖബറോത്തും മൗലൂദും അല്ലാഹ്ക്ക് വേണ്ടി അല്ലാത്ത നേർച്ച വഴിപാട് ശിർക്ക് ബിദ്അത്ത് എല്ലാം ഒഴിച്ച് റബ്ബിന്റെ നേർക്ക് പോരേ നിന്റെ ഇബാദത്ത്. നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമായ വരികളാണ്. കൊടികുത്തി നേർച്ചയും അതുപോലെ തന്നെ മുട്ടും വിളിയും കോമരം തുള്ളലും നമ്മളെ നാട്ടിലില്ലേ സഹോദരങ്ങളെ? ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശമാണ് എന്ത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, നേർച്ച അത് അള്ളാഹുവിന് മാത്രം എന്നത്. ഇന്ന് നമ്മൾ ആർക്കൊക്കെ നേർച്ച നടത്തുന്നത്? ബദരീങ്ങൾക്ക് നേർച്ച, അതുപോലെ തന്നെ ശുഹദാക്കൾക്ക് നേർച്ച, ഓമാനൂർ ശുഹദാക്കൾക്ക് നേർച്ച, അതുപോലെ തന്നെ ഒരുപാട് മുട്ടുംവിളി നേർച്ച, അപ്പവാണിവ നേർച്ച, ഇങ്ങനെ പല രൂപത്തിലുള്ള നേർച്ച. ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത് നേർച്ച അള്ളാഹുവിന് മാത്രം എന്നത്. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ആദർശം. എന്നിട്ട് അല്ല ചോദിക്കുക, നിങ്ങൾക്ക് ആ അല്ല പോരെ? എന്തിനാണ് തങ്ങന്മാരെ വിളിക്കുന്നത്? എന്തിനാണ് ഔലിയാക്കളെ വിളിക്കുന്നത്? എന്തിനാണ് മഹാന്മാരെ വിളിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നാഗൂർ, അജ്മീർ, ഗുരുവായൂർ, ശബരി മലയാത്രയും ഒന്നല്ലേ? നാനാവിധ ദർഗാ പൂജയും ജാറും മൂടലും മുത്തലും ഇന്നില്ലേ? നാഗൂർ, അജ്മീർ, ഗുരുവായൂർ, ശബരി മലയാത്രയും ഒന്നല്ലേ? നാനാവിധ ദർഗാ പൂജയും ജാറും മൂടലും മുത്തലും ഇന്നില്ലേ? ശൈഖ് മുരീദും തങ്ങൾ ത്വരീഖത്തുമല്ല മുസ്ലിം ശരീഅത്ത്. ശൈത്താനെ വിട്ട് റബ്ബിന്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിദായത്ത്. അല്ലാഹു മാത്രം അത് പോരേ അല്ലാഹു മാത്രം അത് പോരേ. അതാണ് അല്ലാഹു തആല നമ്മളോട് ചോദിച്ചത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, എന്റെ അടിമക്കൊരു അല്ലാഹു മതിയായവനല്ലയോ? പ്രിയമുള്ളവരെ, അതിന് നാം മറുപടി പറയേണ്ടത് ഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവൻ അവനിലേക്കാണ് ഭരമേൽപ്പിക്കേണ്ടത്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഭരമേൽപ്പിക്കുവാൻ ആ അല്ലാഹു മാത്രം മതി എന്ന കൃത്യമായ വിശ്വാസം, അതാണ് നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ ആദർശം. ഒരിക്കലും തന്നെ നാനാവിധത്തിലുള്ള ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും നമ്മുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും നമ്മൾ ആ രൂപത്തിൽ തിരിച്ചുവിടരുത്. റബ്ബിനോട് മാത്രം സുജൂദ്, റബ്ബിന്റെ മുമ്പിൽ മാത്രം പ്രാർത്ഥന, റബ്ബിനോട് മാത്രം നേർച്ച, അല്ലാഹ്ക്ക് മാത്രം ദുആ, അല്ലാഹുവിനോട് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ള ശക്തികളിലേക്ക് തിരിയരുത് എന്നാണ് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
നമ്മുടെ കുടുംബങ്ങളിൽ ഈ രൂപത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കണം. നമ്മൾ ആദർശം കൃത്യമായി പ്രബോധനം ചെയ്യണം. ഇതൊക്കെ പറയുമ്പോൾ പല ആളുകളും വിചാരിക്കും ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് ദീനുണ്ടായത് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ 40 വർഷക്കാലം അൽ അമീനായിരുന്നു. ഈ ആദർശം പറയാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിൽ നിന്ന് എതിർപ്പുണ്ടായി, വിദ്വേഷമുണ്ടായി, ഒറ്റപ്പെടുത്തലുകളുണ്ടായി, ഊരവിലക്കുകളുണ്ടായി, മഹല്ല് ബഹിഷ്കരണങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. അതേ ആ രൂപത്തിൽ പള്ളിയിലെ ഖബർസ്ഥാൻ മുടക്കലുകൾ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാവും സഹോദരങ്ങളെ. അതൊക്കെ റബ്ബിന് വേണ്ടിയിട്ടാണ് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവുകയും ആ നിലക്ക് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയും ഈ ആദർശം നെഞ്ചേറ്റുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദ് ഉച്ചരിക്കുന്ന, അത് പ്രബോധനം ചെയ്യുന്ന, അത് കൃത്യമായി അതിൻ്റെ പ്രചാരകരാകുന്ന യഥാർത്ഥ മുവഹിദുകളിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നാഥാ നീ അനുഗ്രഹം പ്രദാനം ചെയ്യണേ റബ്ബേ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.